6 മാസത്തിനുള്ളിൽ പല സ്ഥലം മാറ്റങ്ങൾക്കു ശേഷം 1929 ഏപ്രിൽ അവസാനത്തിൽ ഈശോ ഫൗസ്തീനായോട് പറഞ്ഞു, നിന്റെ കന്യകാത്വം നിർമ്മലമായി നിലനിൽക്കുവാനായി എൻ്റെ നിത്യസ്നേഹം ഞാൻ നിനക്ക് നൽകുന്നു. ശുദ്ധതയ്ക്കെതിരായി ഇനി ഒരിക്കലും അവൾക്ക് പ്രലോഭനം ഉണ്ടാകുകയില്ലെന്നതിൻ്റെ ഉറപ്പായി ഈശോ തൻ്റെ സ്വർണ്ണ ബെൽറ്റ് അവളെ ധരിപ്പിച്ചു. ദിവ്യബലി മധ്യേ കന്യാസ്ത്രീകൾ വ്രതങ്ങൾ നവീകരിക്കുന്ന വേളയിലാണ് ഈ അനുഭവം അവൾക്കുണ്ടായത്. അതിനുശേഷം ഒരിക്കൽ പോലും അവൾക്ക് ശുദ്ധതയ്ക്കെതിരായ പ്രലോഭനം ഉണ്ടായിട്ടില്ലെന്നവൾ സാക്ഷ്യപ്പെടുത്തുന്നു. മാതാവിൻ്റെ മധ്യസ്ഥത്താൽ അവൾക്ക് ലഭിച്ച ഒരു പ്രത്യേക കൃപയാണിതെന്ന് പിന്നീട് അവൾക്ക് ബോധ്യമായി. ദൈവമാതാവിനോടുള്ള അവളുടെ ഭക്തി അവൾ കൂടുതൽ തീവ്രമാക്കി. 1930 ഫൗസ്തീനായ്ക്ക് പ്ലോക്ക് നഗരത്തിലെ അവരുടെ മഠത്തിലേക്ക് മാറ്റം കിട്ടി. അവിടെയും അടുക്കളയിലായിരുന്നു അവളുടെ ജോലി. 1931 ഫെബ്രുവരി 22 ഫൗസ്തീനായ്ക്ക് ലഭിച്ച മനുഷ്യകുലത്തോടുള്ള ദൈവകാരുണ്യത്തിൻ്റെ അനേകം വെളിപാടുകളുടെ ആരംഭം തുടങ്ങിയത്. വിശുദ്ധയുടെ വാക്കുകളിതാ: എൻ്റെ മുറിയിൽ സന്ധ്യാസമയത്ത് വെള്ളവസ്ത്രം ധരിച്ച ഈശോനാഥൻ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. വലതുകൈ അനുഗ്രഹിക്കുന്ന ഭാവത്തിലും ഇടതുകരം ഹൃദയഭാഗത്തെ തൊട്ടുകൊണ്ടും നിൽക്കുന്ന ഈശോ. ഹൃദയഭാഗത്തു നിന്ന് ചുവന്നതും വെളുത്തതുമായ 2 പ്രകാശധാരകൾ താഴേക്ക് ഒഴുകിയിറങ്ങുന്നു. നിശബ്ദയായി ഞാൻ കർത്താവിനെ നോക്കി നിന്നു. വലിയ ഭയബഹുമാനം എന്നിൽ നിറഞ്ഞു, അതുപോലെ ആനന്ദവും. അല്പം കഴിഞ്ഞപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, നീ ഇപ്പോൾ കണ്ട വിധത്തിൽ ചിത്രം വരപ്പിക്കുക. അടിയിൽ ഈശോയെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്നും ആലേഖനം ചെയ്യുക. ഈ ചിത്രം ആദ്യം നിങ്ങളുടെ കപ്പേളയിലും പിന്നീട് ലോകം മുഴുവനും വണങ്ങപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ചിത്രം വണങ്ങുന്ന ആത്മാവ് നശിക്കുകയില്ല എന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ആ ആത്മാവിൻ്റെ ശത്രുക്കളുടെ മേൽ, പ്രത്യേകിച്ച് മരണനേരത്ത് അവൾ വിജയം വരിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എൻ്റെ മഹത്വമായി ഞാൻ തന്നെ ആ ആത്മാവിനെ സംരക്ഷിക്കും. അവൾ ഇക്കാര്യം തൻ്റെ കുമ്പസാരക്കാരനോട് പറഞ്ഞപ്പോൾ, നിന്റെ ആത്മാവിൽ ഈ പടം വരയ്ക്കുന്ന കാര്യമാണിത് എന്ന രീതിയിൽ അദ്ദേഹം അതിനെ വ്യാഖ്യാനിച്ചു. ഈ കാര്യത്തെപ്പറ്റി അവളുടെ മദർ സുപ്പീരിയറിനോട് പറഞ്ഞപ്പോൾ, ഈ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകാൻ വേണ്ടി എന്തെങ്കിലും ഒരടയാളം ഈശോയോട് ചോദിക്കുവാൻ മദർ ആവശ്യപ്പെട്ടു. ഈ വ്യക്തമായ അടയാളത്തിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൾ ഈ ആന്തരിക ശബ്ദം കേട്ടു: ഈ ചിത്രത്തിലൂടെ ഞാൻ നൽകുവാൻ പോകുന്ന കൃപകൾ കൊണ്ട് ഞാൻ മദർ സുപ്പീരിയറിന് ഇത് വ്യക്തമാക്കി കൊടുക്കും. ഈ ആന്തരിക പ്രചോദനങ്ങളെ വിട്ടകന്നോടാൻ അവൾ ശ്രമിച്ചപ്പോൾ അന്ത്യവിധി സമയത്ത് അനേകം ആത്മാക്കൾക്കു വേണ്ടി അവൾ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് കർത്താവ് അവളോട് പറഞ്ഞു. ഈ സംഭവങ്ങൾക്ക് ശേഷം മഠത്തിലെ കന്യാസ്ത്രീകൾ ഫൗസ്തീനായെ ഹിസ്റ്റീരിയ പിടിച്ച ഒരു ദർശനക്കാരിയായി കാണുവാൻ തുടങ്ങി. ഇനി സൂക്ഷിക്കണമെന്ന് ചിലർ അവളെ ഉപദേശിച്ചു. ഇവയെല്ലാം ദിവസവും അവൾക്ക് കേൾക്കേണ്ടി വന്നു. എന്നാൽ എല്ലാം നിശബ്ദമായി സഹിക്കാനല്ലാതെ ഒന്നിനെയും പറ്റി ന്യായീകരണമോ വിശദീകരണമോ നൽകുവാൻ അവൾ ശ്രമിച്ചില്ല. 1933 മെയ് 1 വന്നണഞ്ഞു. അവളുടെ നിത്യവ്രത വാഗ്ദാനത്തിൻ്റെ ദിവസം. ദിവ്യബലിയിൽ കാഴ്ചയർപ്പണ സമയത്ത് അവൾ തൻ്റെ ഹൃദയവും ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പീലാസയിൽ പിതാവിന് സമർപ്പിച്ചു. തൻ്റെ ഹൃദയാർപ്പണത്തെ അവിടുത്തെ പുത്രൻ്റെ തിരുമുറിവിലൂടെ നോക്കണമെന്ന് കാരുണ്യത്തിൻ്റെ താതനോടവൾ അപേക്ഷിച്ചു. ഈശോ മാത്രമായിരുന്നു അവളുടെ ഏകനിധി. കുമ്പസാര ദിവസം ഫൗസ്തീന പുഞ്ചിരിച്ചുകൊണ്ടാണ് കുമ്പസാരക്കൂടിനെ സമീപിച്ചത്. കാരണം അവൾ ദർശനങ്ങളിൽ നേരത്തെ കണ്ട ആ വൈദികനാണ് കുമ്പസാരക്കാരൻ, ഫാദർ മൈക്കൽ സൊപാക്കോ. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിനായി ഫൗസ്തീനായെ സഹായിക്കുവാനായി ദൈവം തിരഞ്ഞെടുത്തവൻ. ഫാദർ മൈക്കിളിന് പുതിയ ഈ സിസ്റ്ററിനെ പറ്റി നല്ല മതിപ്പുണ്ടായി. അവളുടെ മൃദുല മനസാക്ഷിയും ദൈവത്തോടുള്ള ആഴമായ ഐക്യവും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. അവൾ കുമ്പസാരിച്ചതൊന്നും പൊറുക്കപ്പെടേണ്ട പാപങ്ങളല്ലായിരുന്നു. ദർശനത്തിൽ കണ്ട കാര്യമെല്ലാം അവൾ അദ്ദേഹത്തെ അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളിൽ ഫാദർ മൈക്കിൾ അവളെ നിരന്തരം ഓർമ്മിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ്, എളിമ കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല എന്ന്. വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ തത്വമനുസരിച്ച് ഇത്തരം അവസ്ഥയിൽ ഒരാത്മാവ് ശകാരിക്കപ്പെടുമ്പോൾ സ്വയം ന്യായീകരിക്കരുതെന്ന് മാത്രമല്ല, പ്രത്യുത നിന്ദനത്തിൽ ആനന്ദിക്കണം. അദ്ദേഹം തുടർന്നു, നീ പറഞ്ഞതെല്ലാം ദൈവത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ വന്നതെങ്കിൽ വലിയ സഹനത്തിനായി നിന്റെ ആത്മാവിനെ ഒരുക്കിക്കൊള്ളുക.
അംഗീകാരമില്ലായ്മയും നിന്ദനങ്ങളും നീ ഏൽക്കേണ്ടി വരും. ബുദ്ധിഭ്രമം ബാധിച്ചവളും ഹിസ്റ്റീരിയ ബാധിച്ചവളെന്നും അവർ നിന്നെ കരുതും. എന്നാൽ കർത്താവ് തൻ്റെ കൃപകൾ നിന്റെ മേൽ ചൊരിയും. ദൈവത്തിൻ്റെ യഥാർത്ഥ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും എതിർപ്പും സഹനവും നേരിടേണ്ടി വരും. എന്നാൽ എത്ര എതിർപ്പുണ്ടായാലും ഇപ്പോഴോ പിന്നീടോ അവിടുന്ന് അത് നിറവേറ്റും. നീ ചെയ്യേണ്ടത് നിന്നെ തന്നെ വലിയ ക്ഷമയാൽ ശക്തിപ്പെടുത്തുക എന്നതാണ്. കരുണയുടെ ഈശോയുടെ ചിത്രം വരപ്പിക്കണമെന്ന് ഈശോ ആവശ്യപ്പെട്ടിരുന്ന കാര്യവും വേദനിക്കുന്ന ലോകത്തിന് അത് കൃപയുടെ ഒരു മാർഗമായി തീരുമെന്നുള്ളതും ഫൗസ്തീന ഫാദർ മൈക്കിളിനോട് പറഞ്ഞു. അതുപോലെ ഉയർപ്പ് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച കരുണയുടെ തിരുനാളായി ആഘോഷിക്കണമെന്നതും അവൾ പറഞ്ഞു. ചിത്രം എങ്ങനെ വരയ്ക്കണമെന്നതിനെപ്പറ്റി അവൾക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകപ്പെട്ടിരുന്നു. ഫാദർ മൈക്കിൾ അവിടെ അടുത്തുള്ള യൂജിൻ എന്നൊരു കലാകാരനെ ആ ദൗത്യം ഏൽപ്പിച്ചു. 1934 ജനുവരി 2 ചിത്രരചന ആരംഭിച്ചു. ഫൗസ്തീന 2 ആഴ്ചയിലൊരിക്കൽ പോയി ചിത്രകാരന് നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. ഫാദർ മൈക്കിൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ചിത്രത്തിലെ കതിരുകളുടെ അർത്ഥം എന്താണെന്ന് അവൾ ഈശോയോട് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, ഹൃദയത്തിൽ നിന്നൊഴുകിയ 2 പ്രകാശധാരികൾ രക്തത്തെയും ജലത്തെയും സൂചിപ്പിക്കുന്നു. വെള്ളരശ്മികൾ ആത്മാക്കളെ നീതീകരിക്കുന്ന ജലത്തെ സൂചിപ്പിക്കുന്നു. ചുവന്ന രശ്മികൾ ആത്മാക്കളുടെ ജീവനായ രക്തത്തെ സൂചിപ്പിക്കുന്നു. എൻ്റെ കാരുണ്യ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്നും എൻ്റെ ദുഃഖിത ഹൃദയം കുരിശിൽ കുന്തത്താൽ പിളർക്കപ്പെട്ടപ്പോൾ ഇവ പൊട്ടിയൊഴുകി. ഈ രശ്മികൾ ആത്മാക്കളെ എൻ്റെ പിതാവിൻ്റെ ക്രോധത്തിൽ നിന്നും സംരക്ഷിക്കുന്നു. അവയുടെ സംരക്ഷണത്തിൽ വസിക്കുന്ന ആത്മാക്കൾ അനുഗ്രഹീതർ. കാരണം ദൈവത്തിൻ്റെ നീതിയുടെ കരം അവരുടെ മേൽ പതിക്കുകയില്ല. കാരുണ്യത്തിൻ്റെ തിരുനാളായി ഉത്ഥാന ഞായറിൻ്റെ അടുത്ത ഞായർ ആചരിക്കുക. ഈ ജീവന്റെ ഉറവിടത്തെ സമീപിക്കുന്ന ആർക്കും പാപത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും പൂർണ്ണ വിടുതൽ ലഭിക്കുന്നതായിരിക്കും. എൻ്റെ കാരുണ്യത്തിലേക്ക് പ്രത്യാശയോടെ പിന്തിരിയാതെ മനുഷ്യകുലത്തിന് ശാന്തി ലഭിക്കുകയില്ല. ഒരാത്മാവിൻ്റെ ശരണമില്ലായ്മ എന്നെ എത്രമാത്രം മുറിപ്പെടുത്തുന്നുവെന്നോ. ഞാൻ പരിശുദ്ധനും നീതിമാനുമാണെന്ന് ആ ആത്മാവ് പ്രഖ്യാപിക്കുന്നു. എന്നാൽ ഞാൻ കാരുണ്യമാണെന്ന് വിശ്വസിക്കുന്നില്ല. എൻ്റെ നന്മയിൽ ആശ്രയിക്കുന്നുമില്ല. പിശാചുക്കളും എൻ്റെ നീതിയെ മഹത്വപ്പെടുത്തുന്നു. എന്നാൽ എൻ്റെ നന്മയിൽ അവർ വിശ്വസിക്കുന്നില്ല. കരുണയുടെ ഈ പേരിൽ എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഗുണവിശേഷം കരുണയാണെന്നുറക്കെ പ്രഖ്യാപിക്കുക. എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും മകുടം ചാർത്തുന്നത് കരുണയാണ്. ദൈവം ഫൗസ്തീനായുടെ ഹൃദയത്തിൽ വലിയ ദാഹങ്ങൾ ഉണർത്തിക്കൊണ്ടിരുന്നു. നിരാശയിൽ നിബന്ധിച്ച പാപികളുടെ ആത്മാക്കളോട് ദൈവകാരുണ്യത്തെപ്പറ്റി നിരന്തരം ഓർമ്മിപ്പിക്കുവാനായി ഒരു വൈദികനായിരുന്നുവെങ്കിൽ എന്നവൾ ആശിച്ചു. അജ്ഞാനികളോടും അവിശ്വാസികളോടും സുവിശേഷം പ്രസംഗിക്കുവാനായി ഒരു മിഷണറിയാകുവാനും അവൾ ആഗ്രഹിച്ചു. ഈശോ ആത്മാക്കൾക്ക് വേണ്ടി മരിച്ചതുപോലെ ഒരു രക്തസാക്ഷിയായി മരിച്ച് അവരെ രക്ഷിക്കണമെന്നവൾ ആഗ്രഹിച്ചു. ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച കരുണയുടെ തിരുനാളായി ആചരിക്കുവാൻ ഈശോ ഫൗസ്തീനായോട് കൽപ്പിച്ചു. 1934 ഏപ്രിൽ 8 ഫൗസ്തീന ആ ദിവസം മുഴുവൻ ആന്തരിക ധ്യാനത്തിൽ ചെലവഴിച്ചു. കൂടാതെ പാപികൾക്കും ലോകം മുഴുവനും കരുണ ലഭിക്കുവാനായി തുടർച്ചയായി 3 മണിക്കൂർ നേരം മുള്ളരഞ്ഞാണം ധരിച്ചുകൊണ്ടവൾ പ്രാർത്ഥിച്ചു. അനുദിന ജീവിതത്തിലെ ജോലികൾക്കിടയിലും ഈശോയോടുള്ള അവളുടെ ഐക്യം ആഴപ്പെട്ടുകൊണ്ടിരുന്നു. ജോലികൾ കൂടി കാരുണ്യ ഈശോയുടെ ചിത്രരചനയും പുരോഗമിച്ചുകൊണ്ടിരുന്നു. ചിത്രത്തിലെ ഈശോയ്ക്ക് അവൾ ദർശനത്തിൽ കണ്ട ഈശോയുടെ സൗന്ദര്യമില്ലെന്ന് കണ്ടപ്പോൾ അവൾ അസ്വസ്ഥയായി. ചാപ്പലിൽ പോയി അവൾ കരഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞു, നിന്റെ സൗന്ദര്യം അതുപോലെ ആർക്ക് വരയ്ക്കുവാൻ പറ്റും? നിറത്തിൻ്റെയോ ബ്രഷിൻ്റെയോ സൗന്ദര്യത്തിലല്ല ഈ ചിത്രത്തിൻ്റെ മഹത്വം. പ്രത്യുത എൻ്റെ കൃപയിലാണ്. അവൾക്ക് ആശ്വാസമായി. 1934 ജൂണിൽ ചിത്രം പൂർത്തിയായി. ഫാദർ മൈക്കിൾ ഇടയനായിട്ടുള്ള വിശുദ്ധ മിഖായിലിൻ്റെ ദേവാലയത്തിനടുത്തുള്ള ബെർണാദിൻ കന്യാസ്ത്രീകളുടെ മഠത്തിൽ അത് പ്രതിഷ്ഠിച്ചു.